ചേച്ചി അറിഞ്ഞില്ല ഒന്നും. അയാൾ ഇത്ര ക്രൂരത ചെയ്യുമെന്ന് അറിയാമായിരുന്നു. എൻ്റെ ഏട്ടനെ എന്തിന് സ്വന്തം പെങ്ങളെപ്പോലും കൊല്ലാൻ കൂട്ടുനിന്ന ക്രൂരനെ അയാൾ. ഞങ്ങളുടെ പവി, അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല ഞങ്ങൾക്ക്. പക്ഷേ സ്വന്തം ഭാര്യയോടും മക്കളോടും അയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ. ജാനകിയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു സാവിത്രി. അയാൾ എന്നെ വെറുക്കാൻ ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ സാവിത്രി, അത് നീയാണ്. നിന്നോട് അയാൾക്ക് തോന്നിയ മോഹമാണ്. ജാനകിയുടെ വാക്കുകളിൽ തറഞ്ഞു നിന്നുപോയി സാവിത്രി. ചേച്ചി, അവർ അറിയാതെ വിളിച്ചുപോയി. അതേ സാവിത്രി, അയാളുടെ കയ്യിൽ നിന്നും ഞാൻ ഏറ്റുവാങ്ങിയ ഓരോ പ്രഹരങ്ങളും അത് നിന്റെ പേരിലായിരുന്നു. അയാളുടെ പദ്ധതികളെ തകർത്തുകൊണ്ട് സായി നിന്നെ ശിവശങ്കറിന് കൊടുത്തു. സായിയോട് പക തോന്നാൻ അയാളിൽ ഉണ്ടായിരുന്ന ഒരു കാരണം ഇതാണ്. നീ വരേണ്ട സ്ഥാനത്തേക്ക് അയാളുടെ അച്ഛൻ എന്നെ കൊണ്ടുവന്നതായിരുന്നു അയാൾക്ക് എന്നോട് വെറുപ്പ് തോന്നാനുള്ള കാരണം. ജാനകി പറയുന്നത് ഓരോന്നും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു സാവിത്രിക്ക്. അവർ സ്വയം ഉരുകി. നീ സങ്കടപ്പെടേണ്ട സാവിത്രി. എനിക്ക് നിന്നോട് ഒരിക്കലും വെറുപ്പ് തോന്നിയിട്ടില്ല, ഇനി തോന്നുകയുമില്ല. ഗോവിന്ദ് എന്ന മനുഷ്യന് ഒരിക്കലും നീ മോഹം കൊടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അയാൾക്കുള്ള ശിക്ഷ നമ്മുടെ മക്കൾ കൊടുത്തു കഴിഞ്ഞു. ഗംഗയെയും സായിയെയും ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പക്ഷേ അവരുടെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. നമുക്കൊക്കെ കാവലായി ഇതുപോലെ ഒരു പൊന്നുമോനെ തന്നിട്ടല്ലേ അവർ പോയത്. ഇവനെ ഓർത്ത് അവർ അഭിമാനിക്കുന്നുണ്ടാവും. ജാനകിയുടെ ഓരോ വാക്കുകളും എല്ലാവരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ ദത്തനിൽ പതിഞ്ഞു. ധന്യയുടെ കണ്ണുകൾ പ്രണയത്തോടെ അവളുടെ പ്രാണനിൽ ഓടി നടന്നു. അവളുടെ തല അഭിമാനത്താൽ ഉയർന്നു. ആദി ദത്തനെ പുണർന്നു, അത്രയും സന്തോഷത്തോടെ. താങ്ക്സ് ദത്ത, എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു തന്നതിന്, ഇത്രയും കാലം ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ചതിന്. ആദിയുടെ കണ്ണുനീർ വീണ് ദത്തൻ്റെ ഷോൾഡറിൽ നനവ് പടർന്നു. ഡാ മതിയടാ, നിന്ന് മോങ്ങി മനുഷ്യൻ്റെ വില കളയാതെ. ഒന്നുമില്ലെങ്കിലും ഒരേ ചോലയല്ലേ, അതിൻ്റെ ഗുണമെങ്കിലും കാണിക്ക്. ദത്തൻ കളിയോടെ പറഞ്ഞുകൊണ്ട് ആദിയുടെ വയറ്റിൽ കൈ ചുരുട്ടി ഇടിച്ചു. ആ കാഴ്ച എല്ലാവരിലും ചിരി പടർത്തി. അത്രയും നേരം അനുഭവിച്ച വേദന എല്ലാവരിൽ നിന്ന് വിട്ടുമാറി അവിടെ സന്തോഷം അലതല്ലി. ശ്രീ, എന്തോ? ശ്രീ, എന്താ കണ്ണേട്ടാ? എന്താണെങ്കിലും പറയേ. നീ ഹാപ്പിയാണോ? ഹാപ്പിയാണെന്നോ? ലോകം പിടിച്ചടക്കിയത് പോലെയുണ്ട് ഇപ്പോൾ. അത്രയും ഹാപ്പിയാ ഞാൻ. ശരിക്കും? ആണെന്നേ, ഒത്തിരി ഹാപ്പിയാ. അതെന്താ? കണ്ണേട്ടൻ എനിക്ക് കിട്ടിയില്ലേ, അതുകൊണ്ട്. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ ആ സന്തോഷത്തിന് ഒരു ഡീപ്പ് കിസ് നിങ്ങൾ തന്നേ. പിന്നെന്താ, തരാലോ. എന്താ പറഞ്ഞേ? റൂമിൽ ദത്തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ് ധന്യ. അപ്പോഴാണ് അവൻ്റെ ഈ ചോദ്യം. അവൻ പറഞ്ഞത് എന്താണെന്ന് പിന്നെയാണ് ധന്യയ്ക്ക് മനസ്സിലായത്. അവൾ പറഞ്ഞത് പകുതി വെച്ച് നിർത്തി ഞെട്ടലോടെ അവനെ നോക്കി. തന്തയുടെ കുത്തുകൊണ്ടപ്പോൾ നിന്റെ ചെവിയും തകരാറിലായോ? ദത്തൻ അവളെ കൂർപ്പിച്ചു നോക്കി. കണ്ണേട്ടാ, ധന്യ ചിണുങ്ങി. ചിണുങ്ങാതെ താ പെണ്ണെ. ധന്യ ഇല്ലെന്ന് തലയനക്കിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. കളിക്കാതെ താ പെണ്ണെ, കൊതിയായിട്ടല്ലേ? ദത്തൻ്റെ ശബ്ദം പതിഞ്ഞുപോയി. ധന്യ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ വെള്ളാരം കണ്ണുകളിൽ പതിവിലും കൂടുതൽ തിളക്കം അവൾ കണ്ടു. അവൻ്റെ നോട്ടം നേരിടാനാവാതെ അവൾ കണ്ണുകൾ വെട്ടിച്ചു. ദത്തൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകി. ധന്യയുടെ നിശ്വാസം ഉയർന്നു. ഇങ്ങനെ കൊതിപ്പിക്കാതെ താ, ഇല്ലെങ്കിൽ ഞാൻ എടുക്കും. ദത്തനിൽ കുറുമ്പ് നിറഞ്ഞു. ധന്യ മടിയോടെ അവനെ നോക്കി, പിന്നെ പതിയെ അവൻ്റെ മുഖത്തിന് നേരെ ഉയർന്നു. ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. കണ്ണുകൾ പിൻവലിക്കാനാവാതെ ധന്യ അവൻ്റെ വെള്ളാരം കണ്ണുകളിൽ കുടുങ്ങിപ്പോയി. അവൻ്റെ കണ്ണിൽ നിന്നും പാടുപെട്ട് തൻ്റെ നോട്ടം പിൻവലിച്ചുകൊണ്ട് അവൾ അവൻ്റെ മുഖമാകെ കണ്ണുകൾ പായിച്ചു. ആ നോട്ടം അവൻ്റെ നാസികത്തുമ്പും കടന്ന് കട്ടിമീശ രോമങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന അവൻ്റെ ഇളം റോസ് ചുണ്ടുകളിൽ എത്തിനിന്നു. അവൾ വലത് കൈയുടെ പെരുവിരൽ ഉയർത്തി അവൻ്റെ ചുണ്ടുകളിൽ ഒന്ന് തഴുകി നോക്കി. ദത്തൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. അതേ നിമിഷം തന്നെ ധന്യ കൈ പിൻവലിച്ച് അവളുടെ അധരങ്ങൾ അവൻ്റേതുമായി ചേർത്ത് വെച്ചുകൊണ്ട് അമർത്തി ഉമ്മ വെച്ചു. ദത്തൻ തൻ്റെ കണ്ണുകളെ ഒരു പിടപ്പോടെ വലിച്ചു തുറന്നു. അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ ശക്തമായി മുറുകി. അവൾ അറിയാതെ വിളിച്ചുപോയി. അവളുടെ അധരങ്ങൾ അവനിൽ നിന്ന് അകന്നതും ദത്തൻ ആവേശത്തോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കീഴ്ചുണ്ട് കടിച്ചു വായിലാക്കി നുണഞ്ഞു. അവളൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ ടീഷർട്ടിൽ പിടിമുറുക്കി. ദത്തൻ അവളുടെ കീഴ്ചുണ്ടും മേൽചുണ്ടും ഒരുമിച്ച് വായിലാക്കി ആവേശത്തോടെ നുണഞ്ഞു. അവൻ്റെ ചുണ്ടിനൊപ്പം നാവും തൻ്റെ അധരങ്ങളെ പൊതിയാൻ തുടങ്ങിയപ്പോൾ ധന്യ പിടഞ്ഞുകൊണ്ട് അവനിലുള്ള പിടിമുറുക്കി. അവൻ്റെ പ്രവൃത്തിയിൽ ധന്യ ശക്തമായി പിടഞ്ഞു. അവളുടെ കൈകൾ അവൻ്റെ ടീഷർട്ടിലും ബെഡിലുമായി മുറുകി. ശ്വാസമെടുക്കാനായി ധന്യ പിടഞ്ഞുകൊണ്ട് വാ തുറന്ന നിമിഷം ദത്തൻ്റെ നാവ് അവളുടെ ചുണ്ടുകൾക്കിടയിലൂടെ അവളുടെ നാവിനെ സ്പർശിച്ചു. ദത്തൻ്റെ പ്രവൃത്തി ധന്യയുടെ ശരീരം ശക്തമായി വിറച്ചു. അവളൊരു പിടപ്പോടെ ഷർട്ടിൽ മുറുകിയിരുന്ന കൈ അവൻ്റെ തലയ്ക്ക് പിറകിലൂടെ മുടിയിഴകളിൽ വിരൽ കോർത്തു വലിച്ചു. ദത്തനിൽ അവളുടെ പ്രവൃത്തി ആവേശം നിറച്ചു. അവൻ അവളുടെ നാവിനെ തൻ്റെ നാവിനാൽ ചുഴറ്റി വലിച്ചു. അതിനനുസരിച്ച് അവൻ്റെ മുടിയിലുള്ള ധന്യയുടെ പിടി മുറുകി. അവൻ്റെ കൈവിരലുകൾ അവളുടെ അണിവേറിൽ നിന്നും കുത്തുകൊണ്ട മുറിവിൻ്റെ
സ്റ്റിച്ചിന് തഴുകിക്കൊണ്ടിരുന്നു. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ ദത്തൻ ധന്യയുടെ ചുണ്ടുകളെ തന്നിൽ നിന്ന് വേർപെടുത്തി. അവൾ ആഞ്ഞു ശ്വാസം വലിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ്റെ കൈകളും അവളെ ചേർത്തു പിടിച്ചു. ധന്യ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. ശ്വാസം എടുക്കാൻ അവൾ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട്. അവളുടെ അവസ്ഥ ദത്തനിൽ ചെറിയ ഭയം നിറച്ചു. ശ്രീ, അറിയോ ഓക്കെ? അവൻ്റെ ശബ്ദത്തിൽ ഭയം കലർന്നിരുന്നു. ധന്യ കിതച്ചുകൊണ്ട് തന്നെ തലയുയർത്തി അവനെ നോക്കി, ആകെ തളർന്നതുപോലെ. അവളുടെ കണ്ണുകളിൽ ക്ഷീണം ബാധിച്ചിരുന്നു. ദത്തന് ആകെ വല്ലാതെയായി. അപ്പോഴത്തെ ആവേശത്തിൽ ചെയ്തു പോയതാണ്. അവൾക്ക് വയ്യെന്നുള്ള കാര്യം പാടെ മറന്നു. വേണ്ടിയിരുന്നില്ല. അവൻ്റെ മനസ്സ് അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ അവളെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി ബെഡിലേക്ക് നേരെ കിടത്തി. അപ്പോഴും അവളുടെ കൈ അവൻ്റെ ഷർട്ടിൽ മുറുകിയിരുന്നു. ശ്രീ, നീ ഓക്കെ അല്ലേ? ഹോസ്പിറ്റലിൽ പോകണോ? എന്താടാ, എന്തെങ്കിലും പറയ്. ദത്തന് ആകെ വെപ്രാളമായി. കണ്ണേട്ടാ, അവൾ കിതച്ചുകൊണ്ട് പതിയെ വിളിച്ചു. എന്താടാ, പറഞ്ഞോ? ദത്തൻ അവളുടെ കവിളിൽ പതിയെ തലോടി. ഇവിടെ കിടക്ക്. അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ കിതപ്പോടെ പറഞ്ഞു. ദത്തൻ പതിയെ അവൾക്കരികിലേക്ക് കിടന്നു. അടുത്ത നിമിഷം ധന്യ അവൻ്റെ നെഞ്ചിലേക്ക് കയറി കിടന്നുകൊണ്ട് അവനെ മുറുകെ പുണർന്നു. സോറി ശ്രീ, ഞാൻ പെട്ടെന്ന്. അവൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ ധന്യ അവളുടെ പല്ലുകൾ അവൻ്റെ നെഞ്ചിൽ ആഴ്ത്തി. നോവിക്കാതടി പട്ടിക്കുട്ടി. ദത്തൻ നെഞ്ചൊഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി കണ്ണുരുട്ടി. ധന്യ അവനെ നോക്കി നന്നായൊന്ന് ഇളിച്ചു കൊടുത്തു. നിന്നെ ഞാൻ എടുത്തോളാം. വരുൺ പറഞ്ഞ 1 month ഒന്ന് കഴിഞ്ഞോട്ടെ. അതുവരെയുള്ളൂ നിനക്ക് ടൈം. പിന്നെ ഒരുങ്ങിക്കോ എൻ്റേത് മാത്രമാകാൻ. ഇപ്പോൾ ഈ നോവിക്കുന്നതിനൊക്കെ അപ്പോൾ ഞാൻ തിരിച്ചു തന്നോളാം. ദത്തൻ അവളെ നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് താടി ഒഴിഞ്ഞു. ധന്യ ഒരു പിടപ്പോടെ അവനിൽ നിന്ന് നോട്ടം പിൻവലിച്ചു. അവൻ്റെ വാക്കുകളിൽ അവളുടെ മുഖം നാണത്താൽ ചുവന്നു. ദത്തൻ ഒരു കൈകൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി. യു ആർ ബ്ലഷിംഗ് ശ്രീ. ധന്യയുടെ നാണത്താൽ ചുവന്ന മുഖം നോക്കി ദത്തൻ കുറുമ്പോടെ പറഞ്ഞു. കണ്ണേട്ടാ. അവൾ അവൻ്റെ കൈ തട്ടിമാറ്റി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചുകൊണ്ട് ചിണുങ്ങി. അത് കണ്ട് ദത്തൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവളെ മുറുകെ പുണർന്നു. കണ്ണേട്ടാ. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ധന്യ അവനെ തലയുയർത്തി നോക്കി. എന്താ, എന്തു പറ്റി? അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ട് അവൻ പേടിയോടെ ചോദിച്ചു. അത് എൻ്റെ താലി എവിടെ? ധന്യ വെപ്രാളത്തോടെ ചോദിച്ചു. എന്തിനാ ഇപ്പം നിനക്ക് താലി? ദത്തൻ അല്പം താല്പര്യമില്ലാത്തതുപോലെ ചോദിച്ചു. എനിക്ക് വേണം. എവിടാന്ന് പറ കണ്ണേട്ടാ. നീവി പറഞ്ഞു ഏട്ടൻ്റെ കയ്യിലുണ്ടെന്ന്. ധന്യയുടെ കണ്ണു നിറഞ്ഞു. അതിന് നിനക്ക് വേണ്ട ശ്രീ. ഞാനത് കളഞ്ഞു. ദത്തൻ അതേ താല്പര്യമില്ലായ്മയോടെ വീണ്ടും പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് ധന്യ തറഞ്ഞിരുന്നു പോയി. എന്ത് കളഞ്ഞെന്നോ? എന്തിനാ അങ്ങനെ ചെയ്തേ? ധന്യ ദേഷ്യത്തോടെ അവൻ്റെ ടീഷർട്ടിൽ കുത്തിപ്പിടിച്ചു. അവളുടെ പ്രവൃത്തിയിൽ ദത്തൻ ഞെട്ടിപ്പോയി. അവൻ അവളെ പകപ്പോടെ നോക്കി. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. മൂക്കിൽ നിന്നും കവിൾത്തടങ്ങളും ചുവന്ന് വിറകൊള്ളുന്നു. ചുണ്ടുകൾ വിതുമ്പുകയും ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് അവൻ്റെ മേലുള്ള പിടി മുറുകുന്നുമുണ്ട്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? ഞാൻ ഒഴിഞ്ഞു തരില്ലേ? എന്തിനാ താലി കളഞ്ഞത്? എന്തിനാ ഇങ്ങനൊരു ദ്രോഹം എന്നോട് ചെയ്തത്? അവൾ പൊട്ടിക്കരഞ്ഞുപോയി. ശ്രീ. ദത്തൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം അവിടെ ഉയർന്നു. ധന്യ ഞെട്ടലോടെ അവൻ്റെ മേലുള്ള പിടിവിട്ടു. അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മുഖമെല്ലാം ചുവന്നു കയറിയിട്ടുണ്ട്. കണ്ണുകൾ ചുവപ്പ് പടർന്നു. അവൾ പേടിയോടെ ഉമിനീരിറക്കി. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇപ്പോൾ പറയുന്നത് പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ദത്തൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി താക്കീതുപോലെ പറഞ്ഞു. മനസ്സിലായോ? അവൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. ധന്യ ഒന്ന് ഞെട്ടിക്കൊണ്ട് വേഗം തലയാട്ടി. ഞാൻ താലി കളഞ്ഞെന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ലാതെ നിന്നെ ഇഷ്ടമല്ലെന്നോ എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നോ അല്ല അതിൻ്റെ അർത്ഥം. ഞാൻ നിന്നെ താലി കെട്ടി സ്വന്തമാക്കിയത് എങ്ങനെയാണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? അതിന് ഒരു വിവാഹമെന്ന് പറയാൻ കഴിയുമോ? ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അല്ലാതെ നിന്നെ മനസ്സറിഞ്ഞ് ഇഷ്ടത്തോടെയല്ല ആ താലി ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടിയത്. അതുകൊണ്ട് ആ താലി ഇനി വേണ്ട. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ദൈവത്തെ സാക്ഷിയാക്കി നിന്റെ കഴുത്തിൽ താലി കെട്ടി എനിക്ക് നിന്നെ സ്വന്തമാക്കണം. അതിനു വേണ്ടിയാ ആ താലി ഞാൻ ഉപേക്ഷിച്ചത്. ഞാൻ ചെയ്തു പോയൊരു തെറ്റ്. അതെനിക്ക് തിരുത്തണം. ദത്തൻ ധന്യയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് അകന്നു കിടന്നു. ധന്യ അവൻ്റെ വാക്കുകളിൽ സന്തോഷിക്കുകയും അതേസമയം അവനോട് പറഞ്ഞുപോയ തെറ്റോർത്ത് വിഷമിക്കുകയും ചെയ്തു. അവനോട് ഇനി എന്ത് പറഞ്ഞ് ദേഷ്യം മാറ്റുമെന്ന് ധന്യയ്ക്ക് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. അവസാനത്തെ അടവ് പുറത്തെടുത്തു. അവളുടെ എതിർവശത്തേക്ക് തിരിഞ്ഞു കിടക്കുന്ന ദത്തനെ പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ അവൻ്റെ പുറത്തേക്ക് മുഖം ചേർത്ത് വെച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് നനവ് അവൻ്റെ പുറത്തേക്ക് പറന്നതും ദത്തൻ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ശ്രീ, മതിയാക്ക് നിന്റെ കള്ളക്കരച്ചിൽ. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. ഇനി കരഞ്ഞു വിളിച്ച് വല്ല അസുഖം വരുത്തി വെക്കാൻ നിൽക്കണ്ട. ദത്തൻ ധന്യയെ നോക്കി കണ്ണുരുട്ടി. അവൾ 2 കണ്ണും തുടച്ചിട്ട് അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. ഇളിക്കണ്ട. ഇപ്പം നിനക്ക് വയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിലത്ത് നിന്ന് വടിച്ചെടുത്തേണം നിന്നെ. മേലിൽ കാര്യമറിയാതെ ഇങ്ങനെ കിടന്ന് മോങ്ങരുത്. മനസ്സിലായോ? അവളുടെ തലയ്ക്ക് ഒരു കൊട്ടും കൊടുത്തുകൊണ്ട് അവൻ അവളെ നെഞ്ചിലായി കയറ്റി കിടത്തി പൊതിഞ്ഞു പിടിച്ചു. ദത്താ,
അപ്പോഴാണ് പുറത്തുനിന്ന് ഡോറിൽ തട്ടിയുള്ള സിദ്ധുവിന്റെ വിളി കേൾക്കുന്നത്. ദത്തനും ധന്യയും സംശയത്തോടെ അങ്ങോട്ട് നോക്കി. ദത്തൻ ധന്യയെ ബെഡിൽ ചായച്ചു കിടത്തിയിട്ട് വേഗം പോയി ഡോർ തുറന്നു. ഡോർ തുറന്നപ്പോൾ പുറത്ത് സിദ്ധുവും ദേവനും ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. എന്താടാ, എന്താ ഈ നേരത്ത്? മുഖമൊക്കെ എന്താ വല്ലാതെ? ദത്തൻ സംശയത്തോടെ ചോദിച്ചു. ദത്ത, അത് ആഷി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല, ദേവൻ പേടിയോടെ പറഞ്ഞു. തിരിച്ചു വന്നില്ലെന്നോ? അവൻ അതിന് എപ്പോഴാ പുറത്തു പോയത്? ദത്തൻ ഞെട്ടലോടെ ചോദിച്ചു. അവർ പറയുന്നതൊക്കെ അകത്തിരുന്ന് ധന്യയും കേൾക്കുന്നുണ്ടായിരുന്നു. എടാ, അത് അവൻ ഓഫീസിലേക്ക് പോയതാ. നാളെ രാവിലെ മെയിൽ ചെയ്യാനുള്ള ഏതോ ഡീറ്റെയിൽസിന്റെ ഫയൽ അവന്റെ ക്യാബിനിൽ ഉണ്ടെന്ന് പറഞ്ഞ് അതെടുക്കാൻ പോയതാ, സിദ്ധു ടെൻഷനോടെ പറഞ്ഞു. ഛേ, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ രാത്രിയിൽ പുറത്തേക്കൊന്നും ഒറ്റയ്ക്ക് പോകരുതെന്ന്. എന്നോട് പറയാതെ അവനെ എന്തിനാ നീയൊക്കെ പോകാൻ അനുവദിച്ചത്? ദത്തൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ധന്യ പേടിയോടെ എല്ലാവരെയും മാറി മാറി നോക്കി. അവൻ വേഗം വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു പോയതാ, സോറിയിടാ. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? അവനെ ഒന്നുകൂടി വിളിക്ക്. ചുറ്റിനും ശത്രുക്കളാ, അതിനിടയിൽ അവന്റെയൊക്കെ. ദത്തൻ എന്ത് പറയണമെന്ന് അറിയാതെ വെപ്രാളമായി. സിദ്ധു ഫോൺ എടുത്ത് ആഷിയെ വിളിച്ചു നോക്കി. പക്ഷെ അപ്പോഴും അവന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. കിട്ടുന്നില്ല ദത്ത, സ്വിച്ച്ഡ് ഓഫ് ആണ്, സിദ്ധു നിരാശയോടെ പറഞ്ഞു. ആദി പോയോ? പോയി. അവന് ഫ്ലാറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വരുണിന്റെ കൂടെ ഇറങ്ങി. ദത്തന്റെ ചോദ്യത്തിന് ദേവനാണ് മറുപടി കൊടുത്തത്. സിദ്ധു, ആദ്യം വിളിച്ച് കാര്യം പറയ്. ദേവ, നീ വണ്ടി എടുക്ക്, ഞാനിപ്പോ വരാം. അവരോട് പറഞ്ഞുകൊണ്ട് ദത്തൻ വേഗം തിരിഞ്ഞ് ധന്യയ്ക്ക് അരികിലേക്ക് ചെന്നു. ശ്രീ, നീ കിടന്നോ, ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം. കണ്ണേട്ടാ, ആഷിച്ചായൻ. ധന്യ കരയാൻ തുടങ്ങി. ഒന്നുമില്ല ശ്രീ, അവനെയും കൂട്ടിയേ ഞങ്ങൾ തിരിച്ചു വരൂ, നിന്റെ കണ്ണേട്ടന്റെ വാക്ക, പറഞ്ഞുകൊണ്ട് ദത്തൻ പുറത്തേക്കിറങ്ങി ഡോർ അടച്ചു. ധന്യ നെഞ്ചിൽ കൈവച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ആഷിക്ക് ഒരബദ്ധം വരുത്തരുതേന്ന്. ദത്തനും സിദ്ധുവും ദേവനും ആഷി പോകാനിടയുള്ള ഓരോ സ്ഥലവും അരിച്ചു പറക്കി. ഓഫീസിലെ സെക്യൂരിറ്റി വിളിച്ച് ചോദിച്ചപ്പോൾ ആഷി അവിടെ നിന്ന് പോയിട്ട് ഒരുപാട് സമയമായെന്ന് അറിഞ്ഞു. ദത്തന് ആകെ ഭ്രാന്ത് വരും പോലെ തോന്നി. അവൻ വണ്ടി സൈഡിൽ ഒതുക്കി പുറത്തേക്കിറങ്ങി കാറിന്റെ ബോണറ്റിൽ ചാരി നിന്നു. ഇനി എവിടെ പോയി തിരയും നമ്മൾ അവനെ? ദേവൻ മുഖത്ത് കൈകൊണ്ട് അമർത്തി തടവിക്കൊണ്ട് ചോദിച്ചു. ദത്തൻ അപ്പോഴും മൗനമായി തന്നെ നിന്നു. അപ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അവൻ വെപ്രാളത്തോടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തത്. ആദിയാണെന്ന് മനസ്സിലായതും അവൻ തിടുക്കത്തിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് അടുപ്പിച്ചു. ആദി, എന്തെങ്കിലും വിവരം കിട്ടിയോ? എന്റെ ആഷി എവിടെ ഉണ്ട്? എന്തെങ്കിലും ഒന്ന് പറയടാ. ആദി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ദത്തൻ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ദത്ത, പേടിക്കണ്ട, ആഷി എൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോളൂ, ഞാൻ അവനെ രാവിലെ അങ്ങോട്ട് കൊണ്ടുവരാം. അത്രമാത്രം പറഞ്ഞ് ആദി ഫോൺ കട്ട് ചെയ്തു. എന്താടാ, ആദി എന്താ പറഞ്ഞത്? സിദ്ധു ടെൻഷനോടെ ചോദിച്ചു. ആഷി ആദിയോടൊപ്പമുണ്ട്, രാവിലെ വരുമെന്ന് പറഞ്ഞു. നമ്മളോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അവൻ എങ്ങനെയാ ആദിയോടൊപ്പം? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ദത്ത. നമുക്ക് വീട്ടിലേക്ക് പോകാം, എല്ലാം നാളെയോടെ അവസാനിക്കണം. വയ്യ ഇനിയും ഇങ്ങനെ തീരുന്നു ജീവിക്കാൻ. അവിടുന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ദത്തൻ പലതും തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. വീട്ടിലെത്തി ആരെയും ഉണർത്താതെ അവർ അകത്തു കയറി. നേരം വെളുക്കുവോളം അവൾ ഹാളിൽ തന്നെ കഴിച്ചുകൂട്ടി. വെളുപ്പിന് എപ്പോഴോ മൂന്നാളും സോഫയിൽ ഇരുന്ന് തന്നെ ഒന്ന് മയങ്ങി.